നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ സംഘർഷം സാധ്യതകൾ അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ ഇറാനുമായുള്ള എല്ലാവിധ വ്യാപാര ഇടപാടുകളും സാമ്പത്തിക വിനിമയങ്ങളും UAE അടിയന്തരമായി തന്നെ നിർത്തിവച്ചിരിക്കുകയാണ്. തുടർ ഉത്തരവ് ഉണ്ടാകുന്നതുവരെ സഹകരണം ഉണ്ടാകില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ അറിയിച്ചു കഴിഞ്ഞു. മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് നേരെ ഇറാൻ 2 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടതായി UAE പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് കടുത്ത തീരുമാനത്തിലേക്ക് UAE കടക്കുന്നത്. ഒരു മിസൈൽ രാജ്യത്തിന്റെ സമുദ്ര അതിർത്തിക്ക് വെളിയിലും രണ്ടാമത്തേത് അതിർത്തിക്കുള്ളിലെ കടലിലും പതിച്ചതായാണ് റിപ്പോർട്ട്. എത്ര കാലത്തേക്ക് വിലക്ക് തുടരുമെന്നോ നിയന്ത്രണങ്ങളുടെ വ്യാപ്തി എത്രത്തോളമാണെന്നോ ഉള്ള കാര്യത്തിൽ മന്ത്രാലയം തൽക്കാലം കൂടുതൽ വിശദീകരണം നൽകിയിട്ടില്ല. പശ്ചിമേഷ്യൻ സുരക്ഷ അപകടത്തിലാണ് എന്ന് ഈ തീരുമാനത്തിലേക്ക് നയിച്ചത് എന്ന് വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നു. ഇറാനുമായുള്ള വ്യാപാര രംഗത്ത് കാലങ്ങളായി പ്രധാന കേന്ദ്രമായി പ്രവർത്തിച്ചു പോകുന്ന UAEയുടെ ഈ തീവ്ര നിലപാട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളെ വരും ദിവസങ്ങളിൽ രൂക്ഷമായി ബാധിക്കുമെന്ന ഉറപ്പാണ്. എക്സ്പോർട്ട് മേഖലയ്ക്കും ഇത് കനത്ത തിരിച്ചടിയാകും. അതേസമയം UAEയുടെ മിസൈൽ ആക്രമണ ആരോപണം ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും വക്താവ് ഇസ്മായിൽ ബക്കായി പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിനും മേഖലാ സുരക്ഷയ്ക്കും തിരിച്ചടിയാകുന്ന വ്യാജ പ്രചാരണമാണിതെന്ന് ഇറാൻ ആരോപിച്ചു. അതിനിടെ ഇറാനുമായി ചർച്ചകളോ ആശയവിനിമയമോ നടക്കുന്നില്ലെന്ന് US പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു. ഹോർമോസ് കടലിടുക്ക് തുറന്നു കിടക്കുകയാണ് എന്നും കടലിടുക്കിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന മൈനുകൾ നീക്കം ചെയ്യുകയോ നിർവീര്യമാക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. സ്വന്തം സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പിലൂടെ ആയിരുന്നു ട്രംപിന്റെ അവകാശവാദം. ഇറാനുമായി ചർച്ചകളോ ആശയവിനിമയമോ നടക്കുന്നില്ല, അത്തരത്തിലൊന്നും നിശ്ചയിച്ചിട്ടുമില്ല. നാവിക ഉപരോധം പൂർണ്ണമായ തോതിൽ തുടരുകയാണ്. ഹോർമോസ് കടലിടുക്ക് തുറന്നിരിക്കുകയാണ്, പ്രവർത്തിക്കുന്നുമുണ്ട്. കടലിൽ സ്ഥാപിച്ചിരുന്ന മൈനുകൾ എല്ലാം നീക്കം ചെയ്യുകയോ നിർവീര്യമാക്കുകയോ ചെയ്തിട്ടുണ്ട്, ട്രംപ് ട്രൂത്ത് സോഷ്യലിസ്റ്റ് കുറിച്ചു. അതിനിടെ USയുമായി സമാധാന കരാറിലെത്തുന്നതുവരെ ഈ പേർഷ്യൻ ഗൾഫിലെ തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. UAE തുറമുഖങ്ങളിൽ നിന്ന് കപ്പലുകൾക്ക് അന്താരാഷ്ട്ര സമുദ്രത്തിലേക്ക് കടക്കാൻ ഈ വഴി മാത്രമാണ് ഏക ആശ്രയം. മിസൈൽ ഭീഷണിയുണ്ടെന്ന മുന്നറിയിപ്പ് സന്ദേശം UAEയിലെ ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ അടിയന്തര സന്ദേശമായി എത്തിയതോടുകൂടി രാജ്യത്താകെ വമ്പൻ പരിഭ്രാന്തി പടർന്നു. സുരക്ഷിത കെട്ടിടങ്ങളിലേക്ക് മാറാൻ ആഭ്യന്തര മന്ത്രാലയം ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി UAE ദേശീയ എണ്ണ കമ്പനിയായ നോക്കിന്റെ ടാങ്കറുകൾക്ക് നേരെ മേഖലയിൽ ആവർത്തിച്ച ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അന്താരാഷ്ട്ര എണ്ണക്കടത്തിനും ഊർജ്ജ വിപണിക്കും ഇത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് മേഖലയിൽ സംഘർഷം പുകഞ്ഞു തുടങ്ങിയ ശേഷം 3000-ഓളം മിസൈലുകളും ഡ്രോണുകളുമാണ് UAEക്ക് നേരെ എത്തിയത്. മേഖലയിലെ മറ്റൊരു രാജ്യത്തിനും നേരിടേണ്ടി വരാത്തത്ര വലിയ ആക്രമണത്തിനാണ് UAE സാക്ഷ്യം വഹിച്ചത്. ജൂണിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ആക്രമണങ്ങൾക്ക് താൽക്കാലിക ശമനം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ധാരണാപത്രം അടുത്തിടെ പൂർണ്ണമായി തകർത്തുകൊണ്ടാണ് പശ്ചിമേഷ്യ വീണ്ടും യുദ്ധമുനമ്പിലെത്തിയത്. ലോകത്തിന്റെ ഊർജ്ജ വിതരണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന പേർഷ്യൻ ഗൾഫിലെ സുരക്ഷാ തകരാറിലേക്ക് അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായേക്കും. ആഗോള സാമ്പത്തിക മേഖലയെ തന്നെ ഇത് കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അതിർത്തികളിലെ സമാധാന അന്തരീക്ഷം തകരുന്നത് അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി തന്നെ ഇടപെടണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ട്രംപിന്റെ അനുയായിയായ ജറാന്ത് കൃഷ്ണർ നേരത്തെ പറഞ്ഞിരുന്നു. കരാറിലെത്താൻ ഇറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും US മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ലെന്നും ഇറാനെ അണുബാധ നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും ഈ കൃഷ്ണർ പറഞ്ഞിരുന്നു. നേരത്തെ ഹോർമോസ് കടലിടുക്കിനെ അമേരിക്കയുടെ പുതിയ ഭൂപ്രദേശമായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ട്രൂത്ത് സോഷ്യലിൽ ഹോർമോസിനെ അമേരിക്കയുടെ ഭാഗമായി ചിത്രീകരിക്കുന്ന മാപ്പ് പങ്കുവച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. തന്ത്രപ്രധാനമായ പാതയ്ക്കുമേൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ജൂൺ മാസത്തിൽ ഒപ്പുവെക്കപ്പെട്ട ഇടക്കാല കരാറിലെ ഇറാന്റെ നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്ന ഒടുവിൽ ഹോർമൂസ് അടഞ്ഞുകിടക്കാമെന്നും ഇറാന്റെ നിലപാടുണ്ട്. ഇറാന്റെ തുറമുഖങ്ങൾക്കു മേഖല ഉള്ള ഉപരോധം നീക്കുക, ഇറാന്റെ എണ്ണയ്ക്കുമേലെയുള്ള ഉപരോധം പിൻവലിക്കുക, ഇറാന്റെ ആസ്തികൾ മരവിപ്പിക്കുക തുടങ്ങിയ നടപടികൾ പിൻവലിക്കുക ആണ് ഇറാന്റെ നിബന്ധനകൾ. ഇവ അംഗീകരിക്കാത്തിടത്തോളം ഹോർമൂസ് അടഞ്ഞു തന്നെ കിടക്കുമെന്ന് ഇറാനു വേണ്ടി മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന ഉന്നതൻ മുഹമ്മദ് ബാഗൽ ഖാലിഫ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമത്തിൽ നൽകിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി.